ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം 1200 ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേന് പൂരം നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്. പൂരം നക്ഷത്രം ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന പൂരം നക്ഷത്രക്കാർക്ക് ഒരു വർഷം, അതായത് ഈ മലയാള വർഷം ഏതൊക്കെ തരത്തിലുള്ള ഉയർച്ചകൾ വന്നു ചേരാം, ഭാഗ്യാവസ്ഥകൾ വന്നു ചേരാം, തൊഴിൽ രംഗം എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നത്. ഏതൊരു പൂരം നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം കൊച്ചുകുട്ടികളാവട്ടെ, പ്രായമുള്ളവരാവട്ടെ, മധ്യവയസ്കരാവട്ടെ, ഇപ്പോൾ ദൈവാധീനമുള്ള ഒരു വർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭാഗ്യം, ഉയർന്ന ഭാഗ്യാവസ്ഥകളൊക്കെ അപ്പോൾ തേടി വരിക തന്നെ ചെയ്യും. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്ന് ഒരു രോഗത്തിന് ചികിത്സകളൊക്കെ ഫലിക്കുകയും രോഗം മാറുന്നതിനും ഒക്കെ യോഗമുള്ള സന്ദർഭമാണ്. അതുപോലെ തന്നെ കീർത്തിയും പ്രശസ്തിയും വന്നു ചേരുവാൻ യോഗമുണ്ട്. എന്നിരുന്നാലും കടം വാങ്ങുന്നവരും കൊടുക്കുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിയമപരമായിട്ട് എഗ്രിമെൻ്റ് പേപ്പറുകൾ ഒപ്പുവയ്ക്കുന്നവർ, കേസിന് പോകുന്നവർ, അവർക്കൊക്കെ ചില മാനാപമാനങ്ങളോ അവിഖ്യാതികളോ വന്നുപെടുകയും ഉദ്ദേശിച്ച രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിജയം വന്നില്ല എന്ന് തോന്നുന്ന ഒരു സന്ദർഭമാണ്. അനുകൂലമായ വിധി കോടതിയിൽ നിന്ന് വരേണ്ടതായിരുന്നു, പക്ഷേ അത് ന്യായം വിജയിച്ചില്ല എന്നൊക്കെ തോന്നുന്ന ഒരു സന്ദർഭം ഉണ്ടാകാം. അത് വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് എതിർലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്ന ഓരോ വ്യക്തികളും ശ്രദ്ധിക്കുക. മനസ്സിന് അലട്ടുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. കർമ്മരംഗം വളരെ പുഷ്ടിമയുള്ളതാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രം, ഈ പൂരം നക്ഷത്രക്കാർക്ക് തൊഴിൽ സ്ഥാനത്ത് ഇപ്പോൾ ബലവാനായിട്ട് വ്യാഴം സ്ഥിതി ചെയ്യുകയും തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ ഇഷ്ടഭാവങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഈ സന്ദർഭത്തിൽ തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. അത് ഏത് രംഗത്ത് തൊഴിൽ ചെയ്യുന്നവരായാലും വളരെ ആവേശത്തോടുകൂടി കർമ്മരംഗത്ത് ബുദ്ധിപരമായിട്ട് ആലോചിച്ച് ചെയ്യുന്നതിനും, അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്ന് ഒരു വാക്കാലോ പ്രവൃത്തിയാലോ ഒക്കെ സാമ്പത്തികമായിട്ടും ഒക്കെ സഹായങ്ങൾ ലഭിച്ച് തൊഴിൽ പുരോഗതി വന്നു ചേരുക. മേലധികാരികളുടെയും കീഴ് ജീവനക്കാരുടെയും ഒക്കെ സഹപ്രവർത്തകരുടെയും ഒക്കെ സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ തൊഴിൽ ചെയ്യുക വഴിയും ഒരു പ്രൊമോഷൻ വന്നു ചേരുന്നതിന് ഗവൺമെൻറ് ജോലിയിൽ ചെയ്യുന്നവർക്കുമൊക്കെ നല്ല യോഗമുണ്ട്. ഏത് കാര്യത്തിലും തുറന്ന് ഇടപെടുക വഴി ധാരാളം നല്ല സുഹൃത്തുക്കളെ കിട്ടും. എന്നിരുന്നാലും ചില അസൂയക്കാരുണ്ടാകാം. അസൂയക്കാരെ ഒരു പരിധിവരെ അകറ്റി നിർത്തുക തന്നെ വേണം. ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തേണ്ട സന്ദർഭങ്ങളിൽ അത് രേഖപ്പെടുത്തുക തന്നെ വേണം. എന്നിരുന്നാലും എപ്പോഴും അത് എടുത്തടിച്ചതുപോലെ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സംസാരഭാവത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. പരീക്ഷകൾ എഴുതുന്നവർക്ക്, അതുപോലെ തന്നെ IELTS, MOH, PSC പോലെയുള്ള ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്നതിനോ, അപ്രതീക്ഷിതമായ ചില ലോട്ടറി ഭാഗ്യം പോലെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുക. അതായത് ഒരു കുറിച്ചിട്ടി അടിക്കുകയോ, കുറഞ്ഞ പലിശയ്ക്ക് ഒരു ലോൺ ശരിയായി കിട്ടുകയോ, സുഹൃത്തുക്കൾ മുഖാന്തരമോ മറ്റ് ബന്ധുക്കൾ മുഖാന്തരമോ ഒരു സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനുമൊക്കെ അപ്രതീക്ഷിതമായിട്ട് ഈ പൂരം നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1200 യോഗമുള്ള സമയമാണ്.
സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാൻ സൂചനയുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, വന്നു ചേരുന്ന ധനം ഷോപ്പിങ്ങിനായിട്ട് ആഡംബര വസ്തുക്കൾ, വീട്ടിൽ വേണ്ടതും വേണ്ടാത്തതുമായ വസ്തുക്കൾ വാങ്ങി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചാൽ പിന്നീട് വരാവുന്ന ചില അതിപ്രധാനമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം തികയാതെ വരിക, ആവശ്യത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുക, കടം മേടിക്കേണ്ടി വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. ആയതിനാൽ കഴിവതും ആഡംബര ജീവിതം ഒഴിവാക്കുക, ആവശ്യത്തിന് എല്ലാം ഉപയോഗിക്കാം. ഒരു 100 രൂപയുടെ സാധനം വാങ്ങിക്കേണ്ട സാധനത്ത് 10,000-ൻ്റെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങിച്ച് ശേഖരിച്ചാൽ സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. അതിന് സംശയിക്കേണ്ട കാര്യം. ആത്മീയ കാര്യങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അതുവഴി മനസ്സിന് നല്ല രീതിയിൽ ഒരു സന്തോഷം ലഭിക്കുന്ന ഒരു വർഷവുമാണ്. ആത്മീയ രംഗത്ത്, പൊതുപ്രവർത്തന രംഗത്തും കൊള്ളാവുന്ന നല്ല കുറച്ച് സുഹൃത്തുക്കളെ ലഭിക്കുന്ന ഒരു വർഷവും കൂടിയാണ്. സുഹൃത്തുക്കൾ വളരെ സഹായങ്ങൾ ചെയ്യുന്നതുമാണ്. കൃഷി രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് കാർഷിക രംഗത്ത് നിന്ന് നല്ല ആദായം ലഭിക്കുവാൻ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ശനിദോഷങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു. ഇപ്പോൾ ഈ പൂരം നക്ഷത്രക്കാർ ഏതെങ്കിലും തരത്തിൽ രോഗാവസ്ഥകളൊക്കെ ഉള്ളവർ ആണെങ്കിൽ അതൊക്കെ മാറി, അതുപോലെ തന്നെ കേസുകളുള്ളവർ, ദമ്പതികളായിട്ടുള്ളവർക്ക് കേസുകളൊക്കെ ഉള്ളവരോ ഒക്കെ അതൊക്കെ വിട്ടുപോകുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഉത്തമ സന്താനയോഗം വന്നു ചേരുന്ന ഒരു വർഷമാണിത്. സന്താനകാരകൻ്റെയും സന്താനഭാവത്തിൻ്റെയും അധിപനും ഒക്കെ ആയിരിക്കുന്ന ആ വ്യാഴഗ്രഹം പൂർണ്ണ ബലവാനായിട്ട് ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ സന്താന കാര്യത്തിൽ വളരെ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, സന്താനങ്ങൾ ഉണ്ടായിട്ടും വളരെ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പൂരം നക്ഷത്രക്കാർക്ക് സന്താനങ്ങളെ കൊണ്ട് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളും വിജയങ്ങളും സന്തോഷങ്ങളും വന്നു ചേരുകയും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് വിദേശത്തായിരിക്കുന്നവർ. ഇന്ന് വളരെയധികം ആൾക്കാർ വിദേശത്താണ്. അതായത് സ്വന്തം നാട് വിട്ടു നിൽക്കുക, ഒരു 50 കിലോമീറ്ററെങ്കിലും അപ്പുറത്ത് തൊഴിൽപരമായിട്ടും ഒക്കെ വിദ്യാഭ്യാസപരമായിട്ടും അങ്ങനെ മാറി നിൽക്കേണ്ടി വരിക. അങ്ങനെയുള്ളവർക്കും വളരെ അനുകൂലമായ ഒരു വർഷമാണ്. അധിക ദോഷാവസ്ഥകൾ വിദേശത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഈ വർഷം ബാധകമല്ല. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കായാലും, IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കായാലും, ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർക്കായാലും, മത്സ്യബന്ധന വ്യാപാര വിപണന രംഗവുമായി ബന്ധപ്പെട്ട അനവധി തൊഴിലുകൾ ചെയ്യുന്ന ധാരാളം ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പൊതുവെ നല്ല ഒരു വർഷമാണ്. അധിക ദോഷങ്ങളൊന്നും സൂചകമല്ല. ലാഭങ്ങൾ വന്നു ചേരും. ഏതെങ്കിലും തരത്തിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരു അഭിവൃദ്ധികൾ വന്നു ചേരും. ഒന്നും ചെയ്യാതെ ദീർഘകാലമായിട്ട് ഒരു കുടുംബജീവിതം നയിക്കുന്ന വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയോ പുതിയ ഒരു ജോലി ലഭിക്കുന്നതിനും ശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ പൂരം നക്ഷത്രക്കാർ. കൂടാതെ പുതുമയുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ, അതുപോലെ തന്നെ വാഹനം വന്നു ചേരുക, അങ്ങനെയൊക്കെയുള്ള അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഈ പൂരം നക്ഷത്രക്കാർക്കായി വന്നു ചേരുവാൻ യോഗമുണ്ട്. ഈ ജോബറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്ക് പാരമ്പര്യ രീതി അനുസരിച്ച് ഒരു വിവാഹം വന്ന് നടക്കുന്നതിനും വാക്കാകുന്നതിനും ഒക്കെ യോഗമുണ്ട്. വിട്ടുവീഴ്ചയിലൂടെ അത് നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. പൂരം നക്ഷത്രത്തിൻ്റെ രാശിയുടെ അധിപൻ ആദിത്യനാണ്. ആദിത്യദേവനെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ശ്രീ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ ദോഷങ്ങളൊക്കെ അകലുകയും അഭിവൃദ്ധികൾ വന്നു ചേരുവാനും നല്ലതാണ്. കൂടാതെ ശനിപ്രീതികരമായ കാര്യങ്ങൾ കൂടി ചെയ്യുക. അപ്പോൾ അലസതയൊക്കെ വെടിഞ്ഞ് കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്തായാലും കുടുംബ ഭരണ കാര്യങ്ങളിലായാലും സമൂഹത്തിൽ ഇടപെടുന്ന കാര്യത്തിലായാലും തൊഴിൽ രംഗത്തിലായാലും ഒക്കെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുവാനും വിജയങ്ങൾ വന്നു ചേരുവാനും സന്തോഷകരമായ ജീവിതം നയിക്കുവാനും സാധിക്കുന്നു.